കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈഫ് ക്ലോസസിനെ കുറിച്ച് കണ്ടീഷണൽ ക്ലോസസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്നത്തെ ലെസൺ അതിൻ്റെ തന്നെ തുടർച്ചയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കണ്ടു നോക്കൂ. അത് കാണുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഇന്നത്തെ ലെസൺ കുറച്ചുകൂടി നന്നായി മനസ്സിലാവുക. എന്തായാലും വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ കണ്ടീഷണൽ ഫോംസിനെ കുറിച്ച്, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ, ഇതിനെല്ലാം കുറിച്ച് ബ്രീഫായ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതാണ്. ഞാൻ 2-3 സിറ്റുവേഷൻസ് പറയാം, എന്നിട്ട് അവിടെ യൂസ് ചെയ്യേണ്ട കണ്ടീഷണൽ ഫോം ഏതാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാം ആവാറായി. ടീച്ചർ കുട്ടികളുടെ അടുത്ത് പറയുകയാണ്, നല്ലതുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് പറയും. നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇത് റിയൽ ആയ ഒരു സിറ്റുവേഷനാണ്, ഹൈലി പോസിബിളുമാണ്. ടീച്ചർ ഇവിടെ ഉപയോഗിക്കുക ടൈപ്പ് 1 കണ്ടീഷനാണ്. അപ്പോൾ ടീച്ചർ എന്താവും കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക? നല്ലതുപോലെ പഠിക്കുക എന്നതിന് നമുക്ക് സ്റ്റഡി ഹാർഡ് ഇനഫ് എന്ന് പറയാം. ഇവിടെ ഇനഫ് എന്ന് പറയുന്ന ഒരു അഡ്വർബാണ്, അത് വേണ്ടത്ര, അതാണ് ആ വാക്കിന് അർത്ഥം. അപ്പോൾ ടീച്ചർ ഇതാവും പറഞ്ഞിട്ടുണ്ടായിരിക്കുക, ഇഫ് യു സ്റ്റഡി ഹാർഡ് ഇനഫ് യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. നല്ലതുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഇഫ് യു സ്റ്റഡി വെൽ അല്ലെങ്കിൽ ഇഫ് യു സ്റ്റഡി ഹാർഡ് ഇനഫ് യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. നല്ലതുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിച്ച് ടൈപ്പ് 1 കണ്ടീഷണലാണ്. ഈഫ് ക്ലോസിൽ നമ്മൾ ഉപയോഗിച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. മെയിൻ ക്ലോസിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ, അതായത് വിൽ പ്ലസ് V1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ക്ലാസ്സിൽ പലപ്പോഴും പരീക്ഷയിൽ തോൽക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് കരുതാം. അവൻ പഠിക്കുകയാണെങ്കിൽ അവൻ ജയിക്കുമെന്ന വിശ്വാസം ടീച്ചർക്കുണ്ട്. പഠിക്കുകയാണെങ്കിൽ ആരായാലും ജയിക്കും. പക്ഷേ ഈ കുട്ടി പഠിക്കാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. അവൻ പഠിക്കില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ടീച്ചർ സ്റ്റാഫ് റൂമിൽ പോയി മറ്റ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഈ കുട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ടീച്ചർ ഏത് കണ്ടീഷണൽ ഫോം ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും? ടീച്ചർ അവിടെ ഉപയോഗിക്കുക ടൈപ്പ് 2 ആണ്. ടീച്ചർ എങ്ങനെയാണ് പറയുക? ഇഫ് ഹി സ്റ്റഡീഡ് ഹാർഡ് ഇനഫ് ഹി വുഡ് ഗെറ്റ് ഗുഡ് മാർക്സ്. അവൻ പഠിക്കുകയാണെങ്കിൽ അവന് നല്ല മാർക്ക് കിട്ടും, പക്ഷെ അവൻ പഠിക്കില്ല, അതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ടൈപ്പ് 2 ആണ്. ഈഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു, മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് പ്ലസ് V1 ഉപയോഗിച്ചു. മലയാളത്തിൽ നമുക്ക് ടൈപ്പ് 1 തുല്യമായ എക്സ്പ്രഷൻസ് ഉണ്ട്, പക്ഷെ ടൈപ്പ് 2 തുല്യമായ എക്സ്പ്രഷൻസ് എൻ്റെ അറിവിൽ എന്തായാലും ഇല്ല. നമുക്കിത് ഇങ്ങനെ തന്നെ പറയണം, അവൻ പഠിക്കുകയാണെങ്കിൽ ജയിക്കും പക്ഷെ പഠിക്കില്ല. അങ്ങനെ പറഞ്ഞാലാണ് നമുക്ക് ടൈപ്പ് 2 മീനിങ് ആവും. ഇംഗ്ലീഷിൽ ഇതിന് ടൈപ്പ് 2 യൂസ് ചെയ്താൽ മാത്രം മതി. അതായത് ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റും മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ഉപയോഗിച്ചാൽ അതിനർത്ഥം അവൻ പഠിക്കാനുള്ള സാധ്യത ഇവിടെ വളരെ കമ്മിയാണ് എന്ന് തന്നെയാണ്. പഠിക്കുകയാണെങ്കിൽ ജയിക്കും പക്ഷെ പഠിക്കാനുള്ള സാധ്യത ഇല്ല എന്നർത്ഥത്തിലാണ് നമ്മളിവിടെ ടൈപ്പ് 2 ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കമ്മിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ ടൈപ്പ് 2 ഉപയോഗിക്കുക. ടൈപ്പ് 1 ടൈപ്പ് 2 പ്രസന്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്, ഇമാജിനറി സിറ്റുവേഷൻസ് അല്ല. ടൈപ്പ് 2 നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി പഠിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, പഠിക്കുകയാണെങ്കിൽ പക്ഷെ അവൻ ജയിക്കും. ആ ഒരു മീനിങ്ങിന് വേണ്ടിയാണ് നമ്മളിവിടെ രണ്ടാമത്തെ എക്സാമ്പിളിൽ ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. ഇനി എക്സാം കഴിഞ്ഞു, റിസൾട്ടും വന്നു, 1-2 പേര് പരീക്ഷ തോൽക്കുകയും ചെയ്യും. ആ കുട്ടികളെ അടുത്ത് വിളിച്ച് ടീച്ചർ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന് പറയൂ അല്ലേ? ടീച്ചർ ഇവിടെ ഉപയോഗിക്കുക ടൈപ്പ് 3 കണ്ടീഷനാണ്. ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്, കാരണം റിയാലിറ്റി അവർ പഠിച്ചില്ല എന്നുള്ളതാണ്. അവർ പഠിച്ചതുമില്ല, അവർ ജയിച്ചതുമില്ല. ഇപ്പൊ ടീച്ചർ പറയുകയാണ് പഠിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന്. ഇതിനു വേണ്ടിയാണ് ടീച്ചർ ഇവിടെ ടൈപ്പ് 3 കണ്ടീഷണൽ യൂസ് ചെയ്യുക. ടീച്ചർ ഇങ്ങനെയാ പറയാ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് ഇനഫ് യു വുഡ് ഹാവ് ഗോട്ട് ഗുഡ് മാർക്സ്. നിനക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു നീ പഠിച്ചിരുന്നെങ്കിൽ എന്നർത്ഥം. ഇവിടെ നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് വുഡ് ഹാവ് പ്ലസ് V3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ടൈപ്പ് 3 കണ്ടീഷണലാണ്. ടൈപ്പ് 3 കണ്ടീഷണൽ ഇങ്ങനെ ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച്, പാസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. സംഭവിക്കാതെ പോയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് 3 കണ്ടീഷണൽ യൂസ് ചെയ്യുക. ടൈപ്പ് 1 ടൈപ്പ് 2 നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി തന്നെയാണ്. അതിൽ ടൈപ്പ് 1 നല്ല സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്, ടൈപ്പ് 2 സാധ്യത വളരെ കുറവാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇലക്ഷന് നിൽക്കുന്ന ആളുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോപ്പുലർ ആയ ഒരു കാൻഡിഡേറ്റ് ഉണ്ടെന്ന് കരുതാം. അയാൾ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളത് എങ്ങനെയാണ് പറയുക? ഇഫ് ഹി സ്റ്റാൻഡ്സ് ഫോർ ഇലക്ഷൻ ഹി വിൽ വിൻ എന്ന് പറയും അല്ലേ? അവൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ജയിക്കും. പോപ്പുലാരിറ്റി ഉള്ള ഒരു വ്യക്തി ഇലക്ഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിവിടെ ടൈപ്പ് 1 കണ്ടീഷണൽ ഉപയോഗിച്ചു. ഇനി മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് കരുതാം, മറ്റൊരു കാൻഡിഡേറ്റ്. അയാളും ജനപ്രിയൻ തന്നെയാണ്, പക്ഷെ അയാളുടെ പാർട്ടിക്ക് അയാളോട് അത്ര പ്രേമില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഇലക്ഷനിൽ നിർത്താൻ സാധ്യതയില്ല. പക്ഷെ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പം നിങ്ങളിത് എങ്ങനെയാണ് പറയാം? ഇഫ് ഹി സ്റ്റുഡ് ഫോർ ഇലക്ഷൻ ഹി വുഡ് വിൻ. അവൻ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, പക്ഷെ അവൻ മത്സരിക്കുകയാണെങ്കിൽ അവൻ തീർച്ചയായും ജയിക്കും. അതാണ് ഈ ടൈപ്പ് 2 ഇവിടെ ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന മീനിങ്.
ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടും വന്നു. ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കരുതിയിരുന്ന ഒരാൾ മത്സരിച്ചതേയില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നുണ്ടാവുക? അയാൾ മത്സരിച്ചിരുന്നെങ്കിൽ അയാൾ ജയിക്കുമായിരുന്നു എന്ന് പറയും. അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത് ടൈപ്പ് 3 ആണ്. ഇഫ് ഹി ഹാഡ് സ്റ്റുഡ് ഫോർ ഇലക്ഷൻ ഹി വുഡ് ഹാവ് വൺ. അവൻ ജയിക്കുമായിരുന്നു. അവൻ മത്സരിച്ചില്ല, ജയിച്ചില്ല, അതാണ് ഇവിടുത്തെ റിയാലിറ്റി. പക്ഷെ നിങ്ങൾ പറയുകയാണ് മത്സരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ജയിക്കുമായിരുന്നു എന്ന്. ഇങ്ങനെ ടൈപ്പ് 3 നമ്മൾ ഉപയോഗിക്കുന്ന ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. മറ്റു രണ്ടും റിയലായ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ടൈപ്പ് 2 ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം ആ ഒരു നമ്മൾ പറയുന്ന കാര്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമ്മൾ ടൈപ്പ് 2 ഉപയോഗിക്കുന്നത് വഴി എക്സ്പ്രസ് ചെയ്യുന്ന മീനിങ്. ഇനി നമുക്ക് മിക്സഡ് കണ്ടീഷണൽ ഫോംസിനെ കുറിച്ച് പഠിക്കാം. ടൈപ്പ് 1-നും ടൈപ്പ് 2-നും ടൈപ്പ് 3-ക്കും എല്ലാം മിക്സഡ് കണ്ടീഷണൽ ഫോംസ് ഉണ്ട്. നമുക്കിതെല്ലാം ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഉപയോഗിച്ചും പറയാവുന്നതാണ്. ഈ സ്ട്രക്ചേഴ്സ് അറിഞ്ഞിരിക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് ആയാലും സ്പീച്ച് ആയാലും അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ മെയിൻ യൂസ്. ഞാൻ നേരത്തെ എത്തുകയാണെങ്കിൽ നിന്നെ വിളിക്കാം. ഇത് റിയൽ ആയ ഒരു സിറ്റുവേഷൻ ആണ്, പോസിബിൾ ആയ ഒരു സിറ്റുവേഷൻ ആണ്. ഞാൻ നേരത്തെ വരികയാണെങ്കിൽ, വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുക, വരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്കിവിടെ ടൈപ്പ് 1 കണ്ടീഷണൽ യൂസ് ചെയ്യാം. നമ്മളതിപ്പോൾ എങ്ങനെ പറയാം? ഞാൻ നേരത്തെ വരികയാണെങ്കിൽ, നേരത്തെ എത്തുകയാണെങ്കിൽ എന്നർത്ഥം. ഇഫ് ഐ അറൈവ് ഏർലി, ഞാൻ നേരത്തെ വരികയാണെങ്കിൽ ഐ വിൽ കോൾ യു, ഞാൻ നിന്നെ വിളിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ടൈപ്പ് 1 കണ്ടീഷണൽ ആണ്. ഇഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റും മെയിൻ ക്ലോസിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ എത്താനുള്ള സാധ്യത കുറവാണ് എന്ന അർത്ഥമാണ് നമുക്ക് വേണ്ടതെന്ന് കരുതുക. അപ്പം ഞാൻ നേരത്തെ വരാനുള്ള സാധ്യത കമ്മിയാണ് എന്നാണ് എനിക്ക് പറയേണ്ടത്. ഞാൻ നേരത്തെ വരികയാണെങ്കിൽ തീർച്ചയായും ഫോൺ ചെയ്യും, പക്ഷെ വരാനുള്ള സാധ്യത കുറവാണ്. അത് പറയുന്നതിന് വേണ്ടി നമുക്ക് സിമ്പിൾ പ്രസന്റിന് പകരം ഇഫ് ക്ലോസിൽ ഷുഡ് പ്ലസ് V1 യൂസ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെ പറയാം: ഇഫ് ഐ ഷുഡ് അറൈവ് ഏർലി ഐ വിൽ കോൾ യു. ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റിന് പകരം ഉപയോഗിച്ചിട്ടുള്ളത് ഷുഡ് പ്ലസ് V1 ആണ്. ഇത് ഞാൻ നേരത്തെ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഷുഡിന് പകരം ഇവിടെ ഹാപ്പൻ ടു ഉപയോഗിക്കാം. ഇങ്ങനെയും നമുക്ക് പറയാം: ഇഫ് ഐ ഹാപ്പൻ ടു അറൈവ് ഏർലി ഐ വിൽ കോൾ യു. ഞാൻ നേരത്തെ വരുന്ന പക്ഷം, നേരത്തെ വരികയാണെങ്കിൽ നിന്നെ തീർച്ചയായും വിളിക്കുമെന്നർത്ഥം. നമുക്കിവിടെ സിമ്പിൾ പ്രസന്റിന് പകരം ഷുഡ് പ്ലസ് V1 ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാപ്പൻ ടു പ്ലസ് V1 ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഷുഡിനെയും ഹാപ്പൻ ടുവിനെയും കൂട്ടിയും ഉപയോഗിക്കാം. നമുക്കിത് ഇങ്ങനെയും പറയാം: ഇഫ് ഐ ഷുഡ് ഹാപ്പൻ ടു അറൈവ് ഏർലി ഐ വിൽ കോൾ യു. അതായത് നമ്മൾ ഷുഡും ഹാപ്പൻ ടുവും നമുക്ക് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യാൻ സാധിക്കും. സാധ്യത വളരെ കുറവാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നർത്ഥം. ഇഫ് ഐ ഷുഡ് ഹാപ്പൻ ടു അറൈവ് ഏർലി ഐ വിൽ കോൾ യു. ഞാൻ നിന്നെ വിളിക്കും. നേരത്തെ വരികയാണെങ്കിൽ തീർച്ചയായും വിളിക്കും, പക്ഷെ നേരത്തെ വരാനുള്ള സാധ്യത കമ്മിയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 1 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം ഞാൻ നേരത്തെ വരാനും സാധ്യതയുണ്ട്, വരികയാണെങ്കിൽ വിളിക്കുകയും ചെയ്യുമെന്നാണ്. അതിൽ ഷുഡ്, ഹാപ്പൻ ടു ഇതെല്ലാം ഉപയോഗിക്കുന്ന വഴി നമ്മൾ സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ്. മറ്റു എക്സാമ്പിൾ നോക്കാം. ഞാൻ അവനെ കാണുകയാണെങ്കിൽ നിന്നെ വിളിക്കാൻ അവനോട് പറയാം. കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതുക, നല്ല സാധ്യതയുണ്ട് എന്ന് തന്നെ കരുതുക. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് 1 കണ്ടീഷണൽ ഉപയോഗിക്കും. ഞാൻ അവനെ കാണുകയാണെങ്കിൽ, ഇഫ് ഐ സീ ഹിം, ഞാൻ അവനെ കാണുകയാണെങ്കിൽ നിന്നെ വിളിക്കാൻ അവനോട് പറയാം. ഐ വിൽ ആസ്ക്, എന്താണ് പറയാൻ പോകുന്നത്? നിന്നെ വിളിക്കാൻ, ടു കോൾ യു. ഇഫ് ഐ സീ ഹിം ഐ വിൽ ആസ്ക് ഹിം ടു കോൾ യു. ഞാൻ അവനെ കാണുകയാണെങ്കിൽ നിന്നെ വിളിക്കാൻ അവനോട് പറയാം. ഇനി നമുക്ക് പറയേണ്ടത് ഞാൻ അവനെ കാണാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. കാണാനുള്ള സാധ്യത കമ്മിയാണ്, പക്ഷെ കാണുകയാണെങ്കിൽ തീർച്ചയായും നിന്നെ വിളിക്കാൻ അവനോട് പറയാം. ആ ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇഫ് ക്ലോസിൽ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം, ഹാപ്പൻ ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷുഡ് ഹാപ്പൻ ടു യൂസ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെയെല്ലാം പറയാം: ഇഫ് ഐ ഷുഡ് സീ ഹിം ഐ വിൽ ആസ്ക് ഹിം ടു കോൾ യു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇഫ് ഐ ഹാപ്പൻ ടു സീ ഹിം ഐ വിൽ ആസ്ക് ഹിം ടു കോൾ യു. നമുക്കിത് ഇങ്ങനെയും പറയാം: ഇഫ് ഐ ഷുഡ് ഹാപ്പൻ ടു സീ ഹിം ഐ വിൽ ആസ്ക് ഹിം ടു കോൾ യു. ഇനി സാധ്യത വളരെ കുറവാണ് എന്ന് കരുതുക. അതായത് ഞാൻ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയാനാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഈ ഷുഡും ഹാപ്പൻ ടു എല്ലാം യൂസ് ചെയ്തത്. നമുക്ക് അതിന് പകരം ആക്ച്വലി വേണമെങ്കിൽ ടൈപ്പ് 2 കണ്ടീഷണലും ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ഇങ്ങനെയും പറയാം:
ഇഫ് ഐ സോ ഹിം ഐ വുഡ് ആസ്ക് ഹിം ടു കോൾ യു. ഈ സ്ട്രക്ചറിന് അർത്ഥവും അത് തന്നെയാണ്. ഞാൻ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്, കാണുകയാണെങ്കിൽ പറയാം എന്നാണ് ഇതിനർത്ഥം. നമ്മൾ ഷുഡും ഹാപ്പൻ ടുവും എല്ലാം ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന ഐഡിയ ഈ ടൈപ്പ് 2 കണ്ടീഷണലിൻ്റെ മീനിങ് തന്നെയാണ്. ഏകദേശം ഒരേ മീനിങ് തന്നെയാണ് ഇതിന് എല്ലാം വരുന്നത്. നാളെ എനിക്ക് വേണ്ടത്ര സമയം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഒരു സിനിമ കാണും. വേണ്ടത്ര സമയം, ഇനഫ് ടൈം. നാളെ, ടുമോറോ. എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, ഇഫ് ഐ ഹാവ് അല്ലെങ്കിൽ ഇഫ് ഐ ഗെറ്റ് ഇനഫ് ടൈം ടുമോറോ ഐ വിൽ വാച്ച് എ മൂവി. ഞാൻ സിനിമ കാണും. ഇഫ് ഐ ഹാവ് ഇനഫ് ടൈം ടുമോറോ ഐ വിൽ വാച്ച് എ മൂവി. ഹാവിന് പകരം നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം. ഇഫ് ഐ ഗെറ്റ് ഇനഫ് ടൈം ടുമോറോ അങ്ങനെയും പറയാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടൈപ്പ് 1 കണ്ടീഷണലാണ്. ഇഫിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചു. മെയിൻ ക്ലോസിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ അതായത് വിൽ പ്ലസ് V1 ഉപയോഗിച്ചു. ഇനി നാളെ എനിക്ക് സമയം വേണ്ടത്ര ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഷുഡ് ഉപയോഗിക്കാം, ഹാപ്പൻ ടു ഉപയോഗിക്കാം. നമുക്കിതിങ്ങനെ പറയാം, ഇഫ് ഐ ഷുഡ് ഹാവ് ഇനഫ് ടൈം ടുമോറോ ഐ വിൽ വാച്ച് എ മൂവി. ഇഫ് ഐ ഷുഡ് ഹാവ് ഇനഫ് ടൈം ടുമോറോ ഐ വിൽ വാച്ച് എ മൂവി. മെയിൻ ക്ലോസിൽ ഒരു ചേഞ്ചും വരുന്നില്ല, ഇഫ് ക്ലോസിൽ മാത്രമാണ് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇഫ് ഐ ഹാപ്പൻ ടു ഹാവ് ഇനഫ് ടൈം ടുമോറോ ഐ വിൽ വാച്ച് എ മൂവി. നമുക്കത് അങ്ങനെയും പറയാം. ഷുഡിന് പകരം നമ്മളിവിടെ ഹാപ്പൻ ടു ഉപയോഗിച്ചു. നമുക്ക് ഷുഡിനെയും ഹാപ്പൻ ടുവിനെയും കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇഫ് ഐ ഷുഡ് ഹാപ്പൻ ടു ഹാവ് ഇനഫ് ടൈം ടുമോറോ ഐ വിൽ വാച്ച് എ മൂവി. ഇഫ് ഐ ഷുഡ് ഹാപ്പൻ ടു ഹാവ് ഇനഫ് ടൈം ടുമോറോ ഐ വിൽ വാച്ച് എ മൂവി. അവൻ വൈകിയാൽ അവനെ കൂട്ടാതെ നമുക്ക് പോകേണ്ടി വരും. അവൻ വൈകിയാൽ, ഇഫ് ഹി ഈസ് ലേറ്റ് അല്ലെങ്കിൽ ഇഫ് ഹി അറൈവ്സ് ലേറ്റ്. അവൻ വൈകിയാണ് വരുന്നതെങ്കിൽ അവനെ കൂട്ടാതെ നമുക്ക് പോകേണ്ടി വരും. അവനെ കൂട്ടാതെ, വിത്തൗട്ട് ഹിം, നമുക്ക് പോകേണ്ടി വരും. We will have to go. If he is late, we will have to go without him. അവനെ കൂട്ടാതെ നമ്മൾ പോവും എന്നാണ് പറയേണ്ടതെങ്കിൽ we will go without him എന്നാണ് പറയുക. അവനെ കൂട്ടാതെ നമുക്ക് പോവേണ്ടി വരും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ we will have to go without him എന്ന് പറയുന്നത്. If he is late അല്ലെങ്കിൽ if he arrives late, we will have to go without him. അവൻ വൈകി വരാനുള്ള സാധ്യത കമ്മിയാണെന്ന് സൂചിപ്പിക്കാൻ നമുക്കിവിടെ ഷുഡ്, ഹാപ്പൻ ടു അതെല്ലാം ഉപയോഗിക്കാം. നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് ഹി ഷുഡ് ബി ലേറ്റ് വി വിൽ ഹാവ് ടു ഗോ വിത്തൗട്ട് ഹിം. അവൻ വൈകിയാണ് വരുന്നതെങ്കിൽ നമുക്ക് അവനെ കൂട്ടാതെ പോവേണ്ടി വരും. ഇഫ് ഹി ഹാപ്പൻസ് ടു ബി ലേറ്റ് വി വിൽ ഹാവ് ടു ഗോ വിത്തൗട്ട് ഹിം. ഇഫ് ഹി ഷുഡ് ബി ലേറ്റ് വി വിൽ ഹാവ് ടു ഗോ വിത്തൗട്ട് ഹിം. ഇഫ് ഹി ഷുഡ് ഹാപ്പൻ ടു ബി ലേറ്റ് വി വിൽ ഹാവ് ടു ഗോ വിത്തൗട്ട് ഹിം. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് മനസ്സിലായല്ലോ. ഇത് ടൈപ്പ് 1 കണ്ടീഷണൽ ഉപയോഗിക്കുന്ന ആൾട്ടർനേറ്റ് ഫോംസ് ആണ്. മിക്സഡ് കണ്ടീഷണൽസ് ഇതിന് പറയും. ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ആൾട്ടർനേറ്റ് ഫോംസ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. ഒരു ലോട്ടറി കിട്ടിയാൽ നീ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ഏത് കണ്ടീഷണലാണ് യൂസ് ചെയ്യുക? ലോട്ടറി കിട്ടാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. ലോട്ടറി ടിക്കറ്റ് എടുത്തതുകൊണ്ട് മാത്രം നമുക്ക് ലോട്ടറി ലഭിക്കില്ല. സാധ്യത വളരെ കുറവാണ് എന്ന് സൂചിപ്പിക്കാൻ നമ്മളിവിടെ എപ്പോഴും ഉപയോഗിക്കുക ടൈപ്പ് 2 കണ്ടീഷണലാണ്. ലോട്ടറി കിട്ടിയാൽ, ഇഫ് യു വൺ എ ലോട്ടറി, നീ എന്ത് ചെയ്യും? വാട്ട് വുഡ് യു ഡു? വാട്ട് വുഡ് യു ഡു ഇഫ് യു വൺ എ ലോട്ടറി? ഇഫ് ക്ലോസസിന്റെ പൊസിഷൻ നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. അത് ആദ്യം വെക്കാം അല്ലെങ്കിൽ അവസാനവും വെക്കാം. ഇഫ് യു വൺ എ ലോട്ടറി വാട്ട് വുഡ് യു ഡു? നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ടൈപ്പ് 2 കണ്ടീഷണലാണ്. ഇഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് പ്ലസ് V1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ലോട്ടറി കിട്ടിയാൽ നീ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. നമുക്കിനി ഇവിടെ ടൈപ്പ് 2 കണ്ടീഷണലാണ് ഇതെന്ന് പറഞ്ഞല്ലോ. നമുക്കിനി ഇതിന്റെ വേറൊരു ഫോം യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ഇങ്ങനെയും ചോദിക്കാം, വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ടു വിൻ എ ലോട്ടറി? മീനിങ്ങിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. വേർ പ്ലസ് 2 ഇൻഫിനിറ്റീവ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റിന് പകരം. വാട്ട് വുഡ് യു ഡു ഇഫ് യു വൺ എ ലോട്ടറി എന്ന് പറയുന്നതും വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ടു വിൻ എ ലോട്ടറി എന്ന് പറയുന്നതും ഒരേ മീനിങ് തന്നെയാണ്. ഇത് വേറൊരു സ്ട്രക്ചർ ആണ് എന്ന് മാത്രം. നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റിന് പകരം വേർ പ്ലസ് 2 ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. മീനിങ് സെയിം തന്നെയാണ്. അവൻ ഇപ്പോൾ വന്നാൽ നമ്മൾ വിഷമത്തിലാവും. നമ്മൾ വിഷമത്തിലാവും എന്ന് പറയുമ്പോൾ വി വിൽ ബി ഇൻ ട്രബിൾ. അവൻ ഇപ്പോൾ വന്നാൽ, ഇഫ് ഹി അറൈവ്സ് നൗ, അവൻ ഇപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ വിഷമത്തിലാകും. ഇത് ടൈപ്പ് 1 കണ്ടീഷണലാണ്. നമുക്കിതിനെ ടൈപ്പ് 2 കണ്ടീഷണലിലും പറയാം. അതായത് അവൻ ഇപ്പോൾ വരാൻ സാധ്യത കുറവാണ്, വന്നാൽ നമ്മൾ വിഷമത്തിലാകും എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെ പറയാം, ഇഫ് ഹി അറൈവ്ഡ് നൗ വി വുഡ് ബി ഇൻ ട്രബിൾ. അവൻ ഇപ്പോൾ വരികയാണെങ്കിൽ, എത്തുകയാണെങ്കിൽ നമ്മൾ വിഷമത്തിലാകും എന്നർത്ഥം. ഇഫ് ഹി അറൈവ്ഡ് നൗ വി വുഡ് ബി ഇൻ ട്രബിൾ. ഇനി നമുക്കിവിടെ സിമ്പിൾ പാസ്റ്റിന് പകരം വേർ ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെയും പറയാം, ഇഫ് ഹി വേർ ടു അറൈവ് നൗ വി വുഡ് ബി ഇൻ ട്രബിൾ.
വാസും ഉപയോഗിക്കാവുന്നതാണ്. ഹി സിംഗുലർ സബ്ജക്റ്റ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ പാസ്റ്റ് ടെൻസിൽ വാസാണ് യൂസ് ചെയ്യുക. പക്ഷേ കണ്ടീഷണൽ ക്ലോസസ് ടൈപ്പ് 2 കണ്ടീഷണലിൽ നമ്മൾ വാസിന് പകരം സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയും വേർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വാസ് തന്നെ യൂസ് ചെയ്യുക. ഒരു കാര്യം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് സൂചിപ്പിക്കാനാണല്ലോ ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 കണ്ടീഷണലിൽ നമ്മൾ വാസിന് പകരം പലപ്പോഴും വേറാണ് യൂസ് ചെയ്യുക. ഇംഗ്ലീഷ് മദർ ടങ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വാസ് അല്ല യൂസ് ചെയ്യുക, അവർ വേർ തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷെ വാസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. നിങ്ങൾക്ക് വേർ ഉപയോഗിക്കുന്നത് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സാധാരണ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് തന്നെ യൂസ് ചെയ്യുക. അതായത് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ വാസ് ഉപയോഗിക്കുക, പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ വേർ ഉപയോഗിക്കുക. നമുക്ക് ടൈപ്പ് 2 കണ്ടീഷണലിൽ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും വേർ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ടൈപ്പ് 1 കണ്ടീഷണലിൽ ഈസിന് പകരം ആർ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ടൈപ്പ് 1 കണ്ടീഷനിൽ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഈസ് തന്നെ യൂസ് ചെയ്യുക, പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ ആർ യൂസ് ചെയ്യുക. ടൈപ്പ് 2 കണ്ടീഷണലിൽ എല്ലാ സബ്ജക്ട്സിൻ്റെ കൂടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ യൂസ് ചെയ്യാം. വേറെ യൂസ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷിലെ കോമൺ ആയ രീതി. നമ്മൾ വാസ് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, അതും കറക്റ്റ് തന്നെയാണ്. ഏത് ഉപയോഗിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇഫ് ഹി വേർ ടു അറൈവ് നൗ വി വുഡ് ബി ഇൻ ട്രബിൾ, അല്ലെങ്കിൽ ഇഫ് ഹി വാസ് ടു അറൈവ് നൗ വി വുഡ് ബി ഇൻ ട്രബിൾ. ഇഫ് ഹി അറൈവ്ഡ് നൗ എന്ന് പറയുന്ന അതേ മീനിങ് തന്നെയാണ് ഇഫ് ഹി വേർ ടു അറൈവ് നൗ എന്ന് പറയുന്നത്. മറ്റൊരു സ്ട്രക്ചർ ആണ് എന്ന് മാത്രം. ജോലി നഷ്ടപ്പെട്ടാൽ നീ എന്ത് ചെയ്യും? ടൈപ്പ് 1 ഉപയോഗിച്ച് പറയാം, ടൈപ്പ് 2 ഉപയോഗിച്ച് പറയാം. നമുക്ക് ടൈപ്പ് 2 ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? വാട്ട് വുഡ് യു ഡു? നീ എന്ത് ചെയ്യും? ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ്, നിന്റെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ് വാട്ട് വുഡ് യു ഡു? ടൈപ്പ് 2 കണ്ടീഷനിലാണ് നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിനെയും വേർ പ്ലസ് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പറയാം. വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ടു ലൂസ് യുവർ ജോബ്? നിന്റെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ടു ലൂസ് യുവർ ജോബ്? നിങ്ങൾ അല്പം ഒന്ന് നീങ്ങിയിരുന്നെങ്കിൽ എനിക്കും ഇവിടെ ഇരിക്കാമായിരുന്നു. ഇഫ് യു വേർ ടു, ഇഫ് ഹി വേർ ടു, ഈ സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മുടെ സംസാരം കുറച്ചുകൂടി പൊളൈറ്റ് ആക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടൈപ്പ് 2 കണ്ടീഷനിലും പൊളൈറ്റ് തന്നെയാണ്. നമുക്ക് ഇങ്ങനെ ഇഫ് യു വേർ ടു അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സംസാരത്തിൽ കുറച്ചുകൂടി ഒരു എളിമ കൊണ്ടുവരാൻ നമുക്ക് അങ്ങനെ സാധിക്കും. നിങ്ങൾ അല്പം ഒന്ന് നീങ്ങിയിരുന്നുവെങ്കിൽ, ഇഫ് യു മൂവ്ഡ് എ ബിറ്റ്, എനിക്കും ഇവിടെ ഇരിക്കാമായിരുന്നു. ഐ കുഡ് ഓൾസോ സിറ്റ് ഹിയർ. ഇഫ് യു മൂവ്ഡ് എ ബിറ്റ് ഐ കുഡ് ഓൾസോ സിറ്റ് ഹിയർ. വളരെ പൊളൈറ്റ് ആയ ഒരു റിക്വസ്റ്റ് ആണിത്. ഇഫ് യു മൂവ് എ ബിറ്റ് ഐ ക്യാൻ ഓൾസോ സിറ്റ് ഹിയർ എന്ന് പറയുമ്പോൾ വളരെ ഡയറക്റ്റ് ആയ ഒരു ആവശ്യമാണിത്. അവരുടെ അടുത്ത് വളരെ ഡയറക്റ്റായി ആവശ്യപ്പെടുകയാണ്, നിങ്ങളൊന്ന് അങ്ങോട്ട് നീങ്ങിയിരിക്കൂ, എനിക്കും ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഇരിക്കണം എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ടൈപ്പ് 1 കണ്ടീഷണൽ ഉപയോഗിച്ച ആ മീനിങ് ആണ് വരിക. നമ്മൾ പറയുന്നത് കുറച്ചുകൂടി ഒരു എളിമയോടെ താഴ്മയോടെ പറയാൻ വേണ്ടി നമുക്ക് ഇവിടെ ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്യാം. ഇഫ് യു മൂവ്ഡ് എ ബിറ്റ് ഐ കുഡ് ഓൾസോ സിറ്റ് ഹിയർ. നമുക്ക് ആക്ച്വലി ഇവിടെ ടൈപ്പ് 2 കണ്ടീഷണലിന് പകരം നമുക്ക് വേർ ടു പ്ലസ് ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ വളരെ താഴ്മയോടെയാണ് നമ്മളത് പറയുന്നത് എന്നർത്ഥം. ഇഫ് യു വേർ ടു മൂവ് എ ബിറ്റ് ഐ കുഡ് ഓൾസോ സിറ്റ് ഹിയർ. നിങ്ങൾ ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ, അല്പം ഒന്ന് നീങ്ങിയിരുന്നെങ്കിൽ എനിക്കും ഇവിടെ ഇരിക്കാമായിരുന്നു. നമ്മളിവിടെ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ള വുഡ് അല്ല, കുഡാണ്. മെയിൻ ക്ലോസിൽ നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് വുഡിന് പകരം കുഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈറ്റ് ഉപയോഗിക്കാം. ടൈപ്പ് 1 കണ്ടീഷണലിലെ മെയിൻ ക്ലോസിൽ വില്ലിന് പകരം നമുക്ക് ക്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മേ ഉപയോഗിക്കാം. സാഹചര്യത്തിനനുസരിച്ച് ആ മീനിങ് ആണ് അവിടെ ആവശ്യമെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. എൻ്റെ അമ്മയുടെ ത്യാഗങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ പോവില്ലായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. എന്നെ യൂണിവേഴ്സിറ്റിയിൽ അയച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. ഇനി നമുക്കൊരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ച് പറയാം. ഇതിന് നമ്മൾ സാധാരണ ടൈപ്പ് 1 ടൈപ്പ് 2 ഒക്കെ ഉപയോഗിച്ച് നമുക്കിത് വേണമെങ്കിൽ പറയാവുന്നതാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന വേറൊരു സ്പെഷ്യൽ സ്ട്രക്ചറാണ്. നമുക്കിത് ഇങ്ങനെ പറയാം. ഇഫ് ഇറ്റ് വേറിൻ ഫോർ മൈ മദേഴ്സ് സാക്രിഫൈസസ് ഐ വുഡ് നെവർ ഗോ ടു യൂണിവേഴ്സിറ്റി. ഇഫ് ഇറ്റ് വേറിൻ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് വാസ് ഇറ്റ് രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഇറ്റ് ആണ്. ഇറ്റ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുക വാസ് ആണ്. പക്ഷേ ഇത് കണ്ടീഷണൽ ഫോം ആണ്. കണ്ടീഷണൽ സെൻറ്റൻസസിൽ നമ്മൾ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ടൈപ്പ് 2 കണ്ടീഷണലിൽ വേർ ഉപയോഗിക്കും. അപ്പോൾ നമുക്കിതോടെ രണ്ടും ഉപയോഗിക്കാം. വേറാണ് കൂടുതൽ കോമൺ. ഇഫ് ഇറ്റ് വേറിൻ ഫോർ മൈ മദേഴ്സ് സാക്രിഫൈസസ്, എൻ്റെ അമ്മയുടെ ത്യാഗങ്ങൾ, എൻ്റെ അമ്മ കഷ്ടപ്പെട്ടതില്ലായിരുന്നുവെങ്കിൽ ഐ വുഡ് നെവർ ഗോ ടു യൂണിവേഴ്സിറ്റി, ഞാൻ ഒരിക്കലും എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ പറ്റില്ലായിരുന്നു, ഞാൻ പോവില്ലായിരുന്നു എന്നർത്ഥം. മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് പ്ലസ്
V1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ടൈപ്പ് 2 കണ്ടീഷണലിൽ തന്നെ വരുന്നതാണ്. അതിൻ്റെ ഒരു ആൾട്ടർനേറ്റ് ഫോം ആണ് ഇത് എന്ന് മനസ്സിലാക്കുക. നമുക്കിത് ടൈപ്പ് 2 ഉപയോഗിച്ച് പറയണമെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക, ഇഫ് മൈ മദർ ഡിഡിൻ മേക്ക് സാക്രിഫൈസസ് ഫോർ മീ, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചില്ലായിരുന്നുവെങ്കിൽ, ഇഫ് മൈ മദർ ഡിഡിൻ മേക്ക് സാക്രിഫൈസസ് ഫോർ മീ ഐ വുഡ് നെവർ ഗോ ടു യൂണിവേഴ്സിറ്റി. നമ്മൾ രണ്ടാമത് എഴുതിയിരിക്കുന്ന ടൈപ്പ് 2 കണ്ടീഷണൽ ആണ്. അതിന് മുകളിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ ഒരു ആൾട്ടർനേറ്റ് ഫോം ആണ്. അപ്പോൾ ഈ സ്ട്രക്ചറിൽ എപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഫ് ഇറ്റ് വേർ ഇൻ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് വാസ് ഇൻ വെച്ചായിരിക്കും. അതിനുശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ വരും. അതിനുശേഷം വരുന്നത് നൗൺ ആണ് കേട്ടോ. ഒരു പ്രിപ്പോസിഷന് ശേഷം എപ്പോഴും നമുക്ക് ഒരു നൗൺ അല്ലെങ്കിൽ ING ഫോമേ യൂസ് ചെയ്യാൻ സാധിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ മൈ മദേഴ്സ് സാക്രിഫൈസസ് എന്നാണ് പറയുന്നത്. മദേഴ്സ് സാക്രിഫൈസസ് എന്ന് പറയുന്നത് ഒരു നൗൺ ഫ്രേസ് ആണ്. നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ നൗണിന് ഇക്വാലന്റ് ആയ ഒരു എക്സ്പ്രഷൻ, നൗണായി തന്നെ യൂസ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ വാക്കുകൾ വരുന്ന ഗ്രൂപ്പിനാണ് നമ്മൾ നൗൺ ഫ്രേസസ് എന്ന് പറയുന്നത്. കുട്ടികളില്ലായിരുന്നുവെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരു വിഷയവും ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് സംസാരിക്കാനുള്ള ഒരേ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് കുട്ടികളാണ് എന്നർത്ഥം. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമുക്കിത് ഇങ്ങനെ പറയാം, ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ ദ ചിൽഡ്രൻ അല്ലെങ്കിൽ ഫോർ ദ കിഡ്സ്. ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ ദ കിഡ്സ് വി വുഡ് ഹാവ് നത്തിങ് ടു ടോക്ക് അബൌട്ട്. നമുക്ക് സംസാരിക്കാൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. വി വുഡ് ഹാവ് നത്തിങ് ടു ടോക്ക് അബൌട്ട്. അല്ലെങ്കിൽ വി വുഡിൻ ഹാവ് എനിത്തിങ് ടു ടോക്ക് അബൌട്ട്. നോട്ട് എനിത്തിങ് ആണ് നത്തിങ്. നത്തിങ് ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നോട്ട് ഉപയോഗിക്കരുത് കേട്ടോ. നോട്ട് പ്ലസ് എനിത്തിങ് ആണ് നത്തിങ് എന്ന് മനസ്സിലാക്കുക. ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ ദ കിഡ്സ് വി വുഡ് ഹാവ് നത്തിങ് ടു ടോക്ക് അബൌട്ട്. കുട്ടികളില്ലായിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരു വിഷയവും ഉണ്ടാവില്ലായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് ഇഫ് ഇറ്റ് വേർ ഇൻ ഉപയോഗിച്ചിട്ടാണ്. അതിനുശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ വന്നു. അതിനുശേഷം നൗൺ. എന്തിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് ആ നൗണാണ് അവിടെ വരുന്നത്. ഇവിടെ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ ഹിസ് ഹെൽപ്പ്, അങ്ങനെയല്ലേ അത് വരിക. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് വാസ് ഇൻ ഫോർ ഹിസ് ഹെൽപ്പ്, അവന്റെ സഹായം, ഹിസ് ഹെൽപ്പ്. അവന്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ ഹിസ് ഹെൽപ്പ്, ഞാൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ജീവനോടെ ഉണ്ടാവുക എന്നതിന് അലൈവ് എന്ന് പറയാം. I would not be alive today. If it were in for his help, I would not be alive today. ഞാൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ടൈപ്പ് 2 കണ്ടീഷണലിന്റെ ഒരു ആൾട്ടർനേറ്റ് ഫോം ആണ് ഇത് കേട്ടോ. മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്. അത് ടൈപ്പ് 2 നമ്മൾ യൂസ് ചെയ്യുക. നമുക്കിതിനെ ടൈപ്പ് 2 ഉപയോഗിച്ചും പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയാം, ഇഫ് ഹി ഡിഡിൻ ഹെൽപ്പ് മീ ഐ വുഡ് നോട്ട് ബി അലൈവ് ടുഡേ. അങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇഫ് ഹി ഡിഡിൻ ഹെൽപ്പ് മീ ഐ വുഡ് നോട്ട് ബി അലൈവ് ടുഡേ. നമുക്കിതിനെ തന്നെ വേറൊരു രീതിയിലും പറയാവുന്നതാണ്. നമുക്ക് ഇങ്ങനെയും പറയാം, ബട്ട് ഫോർ ഹിസ് ഹെൽപ്പ് ഐ വുഡ് നോട്ട് ബി അലൈവ് ടുഡേ. ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ ഹിസ് ഹെൽപ്പ് എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് ബട്ട് ഫോർ ഹിസ് ഹെൽപ്പ് എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് വേർ ഇൻ എന്നുള്ള എക്സ്പ്രഷന് പകരമായി നമുക്കിവിടെ ബട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആണ് അങ്ങനെയും ചോദിക്കരുത്. മീനിങ് കംപ്ലീറ്റ് ആണ്. ഇത് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് തന്നെയാണ്. ബട്ട് ഫോർ ഹിസ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ ഹിസ് ഹെൽപ്പ് എന്ന് തന്നെയാണ് അർത്ഥം. അത് തന്നെയാണ് ഇഫ് ഹി ഡിഡിൻ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാലും അർത്ഥം. ബട്ട് ഫോർ ഹിസ് ഹെൽപ്പ് ഐ വുഡ് നോട്ട് ബി അലൈവ് ടുഡേ. നമുക്ക് കഴിഞ്ഞ എക്സാമ്പിളിൽ ഇത് പറയാം, ബട്ട് ഫോർ ദ ചിൽഡ്രൻ അല്ലെങ്കിൽ ബട്ട് ഫോർ ദ കിഡ്സ് വി വുഡിൻ ഹാവ് എനിത്തിങ് ടു ടോക്ക് അബൌട്ട്. ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ ദ കിഡ്സ് എന്ന് പറയുന്ന അതേ മീനിങ് തന്നെയാണ് ബട്ട് ഫോർ ദ കിഡ്സ് എന്ന് പറയുമ്പോഴും വരുന്നത്. ഇഫ് ഹി ഡിഡിൻ ഹെൽപ്പ് മീ ഐ വുഡ് നോട്ട് ബി അലൈവ് ടുഡേ. ഇത് ടൈപ്പ് 2 കണ്ടീഷണലിന്റെ സാധാരണ ഫോമാണ്. അവൻ എന്നെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഭാര്യയുടെ പണമില്ലായിരുന്നുവെങ്കിൽ അയാൾ ഒരിക്കലും വിജയിക്കില്ലായിരുന്നു. ഭാര്യ പണം നൽകിയത് കൊണ്ടാണ് അയാൾ വിജയിച്ചത് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഭാര്യയുടെ പണം ഇല്ലായിരുന്നുവെങ്കിൽ അതെങ്ങനെയാ പറയുന്നത്? ഇഫ് ഇറ്റ് വേർ ഉപയോഗിച്ചിട്ട്. ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ ഹിസ് വൈഫ്സ് മണി ഹി വുഡ് നെവർ ബിക്കം. ഞാനിവിടെ എഴുതിയത് റിച്ച് എന്നാണ്, മുകളിൽ എഴുതിയത് വിജയിക്കില്ലായിരുന്നു എന്നാണ്. സക്സസ്ഫുൾ. റിച്ച് എന്ന് പറയുമ്പോൾ സമ്പന്നനാവില്ലായിരുന്നു എന്നർത്ഥം. ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ ഹിസ് വൈഫ്സ് മണി, ഭാര്യയുടെ പണമില്ലായിരുന്നെങ്കിൽ ഹി വുഡ് നെവർ ബിക്കം റിച്ച്, അവൻ ഒരിക്കലും സമ്പന്നനാവില്ലായിരുന്നു. വിജയിക്കില്ലായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ ഹി വുഡ് നെവർ ബിക്കം സക്സസ്ഫുൾ, അങ്ങനെ നമുക്ക് പറയാം. ഇഫ് ഇറ്റ് വേർ ഇൻ ഫോർ ഹിസ് മണി എന്നതിന് നമുക്ക് ബട്ട് ഫോർ ഹിസ് മണി അതും പറയാവുന്നതാണ്. ബട്ട് ഫോർ ഹിസ് വൈഫ്സ് മണി ഹി വുഡ് നെവർ ബിക്കം റിച്ച്. ഭാര്യയുടെ പണമില്ലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും സമ്പന്നനാവില്ലായിരുന്നു. ആ ഇഫ് ഇറ്റ് വേറിൻ്റെ പകരമായിട്ടാണ് നമ്മളിവിടെ ബട്ട് എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ ബാക്കിയുള്ളതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബട്ടിന് ശേഷം ഫോർ എന്ന പ്രിപ്പോസിഷനാണ് വരുന്നത്. പിന്നെ നൗൺ. അവർ എൻ്റെ കുട്ടികളായിരുന്നുവെങ്കിൽ രാത്രി മുഴുവൻ ആഘോഷിക്കാൻ ഞാൻ അവരെ അനുവദിക്കില്ലായിരുന്നു. രാത്രി മുഴുവൻ ആഘോഷിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാത്രി മുഴുവൻ പാർട്ടി ചെയ്യാൻ അവരെ അനുവദിക്കില്ലായിരുന്നു എന്നാണ്. അവർ എൻ്റെ കുട്ടികളായിരുന്നുവെങ്കിൽ
ഇത് അൺറിയൽ ആയ ഒരു സിറ്റുവേഷനാണ്. അവരെൻ്റെ കുട്ടികളല്ല. നമുക്കിവിടെ ടൈപ്പ് 3 ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ടൈപ്പ് 2 തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മളിവിടെ സംസാരിക്കുന്നത് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. ഇപ്പം നിങ്ങളുടെ നെയ്ബറുടെ കുട്ടികൾ രാത്രി മുഴുവൻ പാർട്ടി ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പം നിങ്ങൾ സംസാരത്തിനിടയിൽ അവർ പറയുകയാണ് എൻ്റെ കുട്ടികളാണെങ്കിൽ ഞാനിത് സമ്മതിക്കില്ല എന്ന്. നമ്മൾ പാസ്റ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. നമ്മളിവിടെ പ്രസന്റിലും ഫ്യൂച്ചറിലും ഇനി ഭാവിയിലും ഞാനത് അനുവദിക്കില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ടൈപ്പ് 3 അല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രസന്റിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. പക്ഷേ അൺറിയൽ സിറ്റുവേഷൻ ആണ് താനും. കാരണം അവരെൻ്റെ കുട്ടികളല്ല. അവർ എൻ്റെ കുട്ടികളായിരുന്നു എങ്കിലെന്ന് ഞാൻ ഇങ്ങനെയാണ് പറയുക, ഇഫ് ദേ വേർ മൈ ചിൽഡ്രൻ. അവർ എൻ്റെ കുട്ടികളായിരുന്നുവെങ്കിൽ രാത്രി മുഴുവൻ ആഘോഷിക്കാൻ ഞാൻ അവരെ അനുവദിക്കില്ലായിരുന്നു. ഞാൻ അവരെ അനുവദിക്കില്ല. ഐ വിൽ നോട്ട് ലെറ്റ്. ഇവിടെ ടൈപ്പ് 2 കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വില്ലിന് പകരം വുഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെയാണ് പറയുക, ഇഫ് ദേ വേർ മൈ ചിൽഡ്രൻ ഐ വുഡ് നോട്ട് ലെറ്റ് ദം പാർട്ടി ആൾ നൈറ്റ്. പാർട്ടി എന്നത് നൗണും ആവാം വെർബും ആവാം. ഇവിടെ അത് ഉപയോഗിച്ചിട്ടുള്ളത് വെർബായിട്ടാണ്. ഇഫ് ദേ വേർ മൈ ചിൽഡ്രൻ ഐ വുഡ് നോട്ട് ലെറ്റ് ദം പാർട്ടി ഓൾ നൈറ്റ്. രാത്രി മുഴുവൻ ആഘോഷിക്കാൻ, പാർട്ടി ചെയ്യാൻ ഞാൻ അവരെ അനുവദിക്കില്ലായിരുന്നു. നമ്മളിവിടെ ലെറ്റിന് പകരം അലോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുക ഐ വുഡ് നോട്ട് അലോ ദം ടു പാർട്ടിയാണ്. കാരണം ലെറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ലെറ്റ് ദം പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ അലോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ടു ഇൻഫിനിറ്റീവ് ആണ്. അലോ ദം ടു പാർട്ടി എന്നാണ് നമ്മൾ പറയുക. ഇഫ് ദേ വേർ മൈ ചിൽഡ്രൻ ഐ വുഡ് നോട്ട് അലോ ദം ടു പാർട്ടി ഓൾ നൈറ്റ്. രാത്രി മുഴുവൻ ഇങ്ങനെ പാർട്ടി ചെയ്ത് ആഘോഷിക്കാൻ ഞാൻ അവരെ സമ്മതിക്കില്ലായിരുന്നു. ഉപയോഗിച്ചിട്ടുള്ളത് ടൈപ്പ് 2 കണ്ടീഷണലാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഇഫ് ദേ വേർ എന്നതിന് പകരം നമുക്ക് ജസ്റ്റ് വേർ ദേ മൈ ചിൽഡ്രൻ അങ്ങനെ പറയാം. നമുക്ക് ഈഫിനെ അങ്ങോട്ട് ഒമിറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക വേർ ഉപയോഗിച്ചിട്ടാണ്. ഇഫ് ദേ വേർ എന്നതിന് പകരം നമുക്ക് വേർ ദേ എന്ന് പറയാം. പിന്നെ ഇവിടെ നമ്മൾ ഈഫ് യൂസ് ചെയ്യുന്നില്ല. ഇത് വളരെ കോമൺ ആയി ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണിത്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണാവോ എന്ന് സംശയം തോന്നരുത്. ഇഫ് ദേ വേറിന് പകരമായിട്ടാണ് നമ്മളിവിടെ വേർ ദേ ഉപയോഗിക്കുന്നത്. നമുക്കിത് ഇങ്ങനെ പറയാം, വേർ ദേ മൈ ചിൽഡ്രൻ ഐ വുഡ് നോട്ട് ലെറ്റ് ദം പാർട്ടി ഓൾ നൈറ്റ്. അവർ എൻ്റെ കുട്ടികളായിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് ഇതിനർത്ഥം. വേർ ദേ മൈ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇഫ് ദേ വേർ മൈ ചിൽഡ്രൻ എന്നാണ്. നമ്മളിവിടെ ഈഫ് ഒമിറ്റ് ചെയ്തു, അതിനുശേഷം വേർ ഉപയോഗിച്ച് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം എനിക്ക് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ വീട് അവന് വാടകയ്ക്ക് നൽകില്ലായിരുന്നു. പാസ്റ്റിൽ സംഭവിച്ച കാര്യമാണ്, വീട് വാടകയ്ക്ക് നൽകി, അതാണ് റിയാലിറ്റി. പക്ഷെ ഇപ്പോൾ പറയുകയാണ് അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാടകയ്ക്ക് കൊടുക്കില്ലായിരുന്നു എന്ന്. സംഭവിച്ചു പോയൊരു കാര്യമാണ്. നമുക്കിവിടെ വേണ്ടത് ടൈപ്പ് 3 കണ്ടീഷണലാണ്. യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ട്രൂ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ റിയൽ ഇൻറ്റൻഷൻസ്. അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം എനിക്കറിയാമായിരുന്നുവെങ്കിൽ, അറിയുക എന്നതിന് നോ എന്ന വെർബ് ഉപയോഗിക്കും. അതിൻ്റെ ടൈപ്പ് 3 കണ്ടീഷനിൽ നമുക്കത് വേണ്ടത് അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് നോൺ. ഇഫ് ഐ ഹാഡ് നോട്ട് ഹിസ് ട്രൂ ഇൻറ്റൻഷൻസ്. അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം എനിക്ക് അറിയുമായിരുന്നെങ്കിൽ എൻ്റെ വീട് അവന് വാടകയ്ക്ക് നൽകില്ലായിരുന്നു. ഐ വുഡ് നോട്ട് ഹാവ് റെൻറ്റഡ് ഔട്ട് മൈ ഹൗസ് ടു ഹിം. ഇഫ് ഐ ഹാഡ് നോൺ ഹിസ് ട്രൂ ഇൻറ്റൻഷൻസ് ഐ വുഡ് നോട്ട് ഹാവ് റെൻറ്റഡ് ഔട്ട് മൈ ഹൗസ് ടു ഹിം. അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീട് അവന് വാടകയ്ക്ക് കൊടുക്കില്ലായിരുന്നു. വാടകയ്ക്ക് കൊടുക്കുന്നതിന് റെൻ്റ് ഔട്ട് എന്ന് പറയാം. ഇവിടെ നമ്മൾ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചു. മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെഗറ്റീവ് വെർബ് വേണം, അതുകൊണ്ടാണ് നമ്മൾ വുഡ് നോട്ട് ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഇനി ഈ സെൻറ്റൻസിനെ ഹാഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈഫ് ഒമിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇഫ് ഐ ഹാഡ് നോട്ട് എന്നതിന് പകരം നമുക്ക് ഹാഡ് ഐ നോട്ട് എന്ന് പറയാം. ഹാഡ് ഐ നോട്ട് ഹിസ് ട്രൂ ഇൻറ്റൻഷൻസ് ഐ വുഡ് നോട്ട് ഹാവ് റെൻറ്റഡ് ഔട്ട് മൈ ഹൗസ് ടു ഹിം. ഇഫ് ഐ ഹാഡ് നോട്ടിന് പകരമാണ് നമ്മൾ ഹാഡ് ഐ നോട്ട് എന്ന് പറയുന്നത്. ഹാഡ് ഉപയോഗിച്ചാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. വേറെ, ഷുഡ്, ഹാഡ്, ഈ 3 ഓക്സിലറീസിനെയാണ് നമുക്ക് ഇങ്ങനെ സബ്ജക്റ്റിന് മുന്നിൽ വെച്ച് കണ്ടീഷണൽ ഫോംസ് ഉണ്ടാക്കാൻ സാധിക്കുക കേട്ടോ. ഇഫ് ഐ ഷുഡ് മീറ്റ് ഹിം എന്നതിന് നമുക്ക് ഷുഡ് ഐ മീറ്റ് ഹിം എന്ന് പറയാം. അവിടെ നമ്മൾ ഈഫ് ഒമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, എന്നിട്ട് ഷുഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് ടൈപ്പ് 1 കണ്ടീഷനിൽ വരുന്നൊരു ഫോമാണ്. അവിടെ ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഞാൻ എൻ്റെ റിസർവേഷൻ ക്യാൻസൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ അപകടത്തിൽ കൊല്ലപ്പെടുമായിരുന്നു. ഞാൻ കൊല്ലപ്പെട്ടിട്ടില്ല. ഇതൊരു അൺറിയൽ സിറ്റുവേഷനാണ്, ഇമാജിനറി സിറ്റുവേഷനാണ്. പാസ്റ്റിലുണ്ടായ കാര്യമാണ്. ഞാൻ റിസർവേഷൻ ക്യാൻസൽ ചെയ്തു, ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. പക്ഷെ ക്യാൻസൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അപകടത്തിൽ, പ്ലെയിൻ ക്രാഷോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അതിൽ പെടുമായിരുന്നു എന്നാണ് പറയേണ്ടത്. ടൈപ്പ് 3 കണ്ടീഷണലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ എൻ്റെ റിസർവേഷൻ ക്യാൻസൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇഫ് ഐ ഹാഡ് നോട്ട് ക്യാൻസൽഡ് മൈ റിസർവേഷൻ. ടൈപ്പ് 3 കണ്ടീഷണലാണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്.
If I had not cancelled my reservation, I would have been killed in the crash. I would have been killed in the crash. ഇത് പാസീവ് വോയിസിൽ വരുന്ന ഒരു സെന്റൻസ് ആണ്. ദ ക്രാഷ് വുഡ് ഹാവ് കിൽഡ് മീ, അതാണ് അതിൻ്റെ ആക്റ്റീവ് ഫോം അല്ലേ. ആ ക്രാഷ് എന്നെ കൊല്ലുമായിരുന്നു. വുഡ് ഹാവ് പ്ലസ് V3 ആണ് അങ്ങനെ പറയുമ്പോൾ നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ളത്. ദ ക്രാഷ് വുഡ് ഹാവ് കിൽഡ് മീ. ഇവിടെ എനിക്ക് പറയേണ്ടത് ഞാൻ കൊല്ലപ്പെടുമായിരുന്നു എന്നാണ്. പാസീവ് വെർബ് ഫോം ആണ് വേണ്ടത്. അതുകൊണ്ട് പറയുന്നത് ഐ വുഡ് ഹാവ് ബീൻ കിൽഡ് ഇൻ ദ ക്രാഷ് എന്നാണ്. പാസീവ് വെർബ് ഫോംസിനെ കുറിച്ചെല്ലാം നമ്മൾ വേറൊരു ലെസണിൽ വിശദമായി പഠിക്കും. അതിപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയി പറയുന്നൊന്നുമില്ല. ഉപയോഗിച്ചിട്ടുള്ള വെർബ് വുഡ് ഹാവ് ബീൻ പ്ലസ് V3 എന്നത് പാസീവ് വെർബ് ഫോം ആണെന്ന് മനസ്സിലാക്കുക. നമുക്കിതിനെ ഹാഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടും പറയാം. നമുക്കിത് ഇങ്ങനെയും പറയാം. ഹാഡ് ഐ നോട്ട് ക്യാൻസൽഡ് മൈ റിസർവേഷൻ, ഇഫ് നമ്മൾ ഒമിറ്റ് ചെയ്തു. ഹാഡ് ഐ നോട്ട് ക്യാൻസൽഡ് മൈ റിസർവേഷൻ ഐ വുഡ് ഹാവ് ബീൻ കിൽഡ് ഇൻ ദ ക്രാഷ്, ആ ക്രാഷിൽ ഞാൻ കൊല്ലപ്പെടുമായിരുന്നു. ഇഫ് ഐ ഹാഡിന് പകരമാണ് ഹാഡ് ഐ നമ്മളോട് ഉപയോഗിക്കുന്നത്. നീ ഒരു വിഷമത്തിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ സഹായിക്കുമായിരുന്നു. ഞാൻ സഹായിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. വിഷമത്തിലാണ് എന്ന് അറിഞ്ഞിട്ടുമില്ല. നമ്മൾ ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. പാസ്റ്റിലുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഉപയോഗിക്കുക ടൈപ്പ് 3 ആണ്. നീ വിഷമത്തിലാണ്, വിഷമത്തിലായിരുന്നു. യു വേർ ഇൻ ട്രബിൾ. നീ വിഷമത്തിലാണ് എന്നതിന് യു ആർ ഇൻ ട്രബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ യു ആർ ഇൻ ഡിഫിക്കൽറ്റി. ഇവിടെ നമുക്ക് നീ വിഷമത്തിലായിരുന്നു എന്നാണ് പറയേണ്ടത്. യു വേർ ഇൻ ട്രബിൾ. ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇഫ് ഐ ഹാഡ് നോട്ട്. ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ടൈപ്പ് 3 ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇഫ് ഐ ഹാഡ് നോട്ട് ദാറ്റ് യു വേർ ഇൻ ട്രബിൾ. നീ വിഷമത്തിലായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ്. ഞാൻ സഹായിക്കുമായിരുന്നു. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വേർ ഇൻ ട്രബിൾ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ്. ഞാൻ സഹായിക്കുമായിരുന്നു. നമുക്ക് ഹാഡ് ഉപയോഗിച്ചും ഇതിനെ സ്റ്റാർട്ട് ചെയ്യാം. ഹാഡ് ഐ നോൺ ദാറ്റ് യു വേർ ഇൻ ട്രബിൾ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ്. ഇത്രയാണ് ഈഫ് ക്ലോസസിൻ്റെ ആൾട്ടർനേറ്റ് ഫോംസ്. ഇതിൽ പലതും മിക്സഡ് കണ്ടീഷണൽ ഫോംസ് ആണ്. ഈ വീഡിയോയിൽ ഞാൻ ഒരുവിധ എല്ലാ കണ്ടീഷണൽ ഫോംസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആൾട്ടർനേറ്റ് ഫോംസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയേക്കാവുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.